Hi friends, welcome back to my channel. ഞാൻ സുഫാൻ. ഇന്നത്തെ അൺബോക്സിംഗ് ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു കാർ ഹോൾഡർ ആണ്. ഇതൊരു രണ്ട് പ്രതങ്ങളിലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാർ ഹോൾഡറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബെൽക്കിൻ എന്ന കമ്പനിയാണ് ഈ ഒരു ഹോൾഡർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിന് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സ് വരുന്നത്. മുകളിലായിട്ട് തന്നെ ബെൽക്കിൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ 4 സ്മാർട്ട് ഫോൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് പോർട്രേറ്റ് മോഡ് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് നമുക്ക് വെക്കാൻ സാധിക്കുക. പിന്നെ ഇവിടെ ആയിട്ട് കാറ് യൂണിവേഴ്സൽ മൗണ്ട്, സപ്പോർട്ട് യൂണിവേഴ്സൽ പവർ വെഹിക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ മെയിൻ വർക്ക് ചെയ്യുന്ന ഫോണുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഫോണുകൾ എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് വർക്ക് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. 3.3 ഇഞ്ച് അതായത് 8.5 സെന്റിമീറ്റർ നീളമുള്ള ഫോണുകളാണ് നമുക്ക് ഇതിൽ ഘടിപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു ഫിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും അതുപോലെ ഇതിന്റെ മെയിൻ ഫങ്ഷൻസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണത് കാറിൽ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് ഈ കാർ മൗണ്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ കാർ മൗണ്ട് വരുന്നത്. ശേഷം ബോക്സിലായിട്ട് വരുന്നത് നമുക്ക് ടേബിളിലൊക്കെ ഘടിപ്പിക്കുന്നതിനൊരു ടേബിൾ മൗണ്ടാണ്. ഇത്രയും തന്നെയാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് 2 പ്രൊഡക്റ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഈ ഒരു കാർ ഹോൾഡറും പിന്നെ നമുക്ക് ടേബിളിലൊക്കെ മൗണ്ട് ചെയ്തിട്ട് ഒരു മൗണ്ടുമാണ് കൊടുത്തത്. അപ്പോൾ അതിന് തന്നെ കാർ ഹോൾഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിലാണ് ഈ ഹോൾഡർ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു റബ്ബർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് ബെൽക്കിൻ എന്ന ബാൻഡിങ് കാണാം. പിന്നെ ഇതിന്റെ ലോക്കിംഗ് മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ലോക്കിംഗ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ചുവന്ന വിരയോടെ കാണാം. ഇതിപ്പോ അൺലോക്ക്ഡ് ആണ്. നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പോൾ ലോക്ക് ആവുന്ന സമയം നമുക്ക് താഴ്ഭാഗത്തായിട്ട് ശ്രദ്ധിച്ചാൽ കാണാം. ഇത് അകത്തേക്ക് എയർ വലിച്ചെടുത്തിട്ടാണ് ലോക്ക് ആവുന്ന സമയത്ത് എയർ പ്രഷറിലാണ് ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയർ പ്രഷർ എടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ലോക്കായി നിൽക്കുന്നുണ്ട്. ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് ചാർജിങ് കേബിളുകൾ ഇട്ടിട്ട് സേഫ്റ്റി ആയിട്ട് നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൽ മാക്സിമം 8.5 സെന്റിമീറ്റർ വിടുത്തുള്ള ഫോണാണ് നമുക്ക് വെക്കാൻ സാധിക്കുക. അത്രത്തോളമാണ് നമുക്ക് ഇത് സ്ലൈഡ് ചെയ്യാൻ സാധിക്കുക. ഫോൺ നമ്മൾ ഇതുപോലെ സ്ലൈഡ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വശം തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് 2 വശം ഒരുപോലെ സ്ലൈഡ് ആയിട്ട് നമുക്ക് ഫോൺ ഇതിലേക്ക് ഇറക്കി വെച്ച് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചെറിയ ഷെയ്ക്കിങ്ങിലും കാര്യത്തിലൊന്നും ഫോൺ താഴെ വീഴുകയില്ല. അതിനായിട്ട് ഇവിടെ സൈഡിലായിട്ട് റബ്ബർ ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ടാബ് ഹോൾഡർ നമുക്ക് നോക്കാം. ഇതിന്റെ സെന്ററിലായിട്ട് ബെൽക്കിൻ എന്ന് ബാൻഡ് ചെയ്തിട്ടുണ്ട്. പിൻഭാഗത്തായിട്ട് റബ്ബർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു 3M സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ ഫില്ല് ചെയ്ത് നമുക്ക് ടാബില് അതുപോലെ തന്നെ നമ്മുടെ കാറിലെ ഡാഷ് ബോർഡിലേക്ക് നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു കാർ ഹോൾഡർ വെച്ചാൽ നമുക്ക് ഇത് ടാബിളിലും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വിൻഡോസിലും അതുപോലെ തന്നെ നമുക്ക് ടാബിളിലും 2 പ്രതലത്തിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാർ ഹോൾഡർ തന്നെയാണിത്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുമാണ് ഇത് വരുന്നത്. ഇതിലേക്ക് ഫോൺ ഘടിപ്പിച്ചാൽ വൈഡ് ആയിട്ട് വലിയ രീതിയിലൊന്നും റൊട്ടേറ്റിംഗ് ലഭിക്കുന്നില്ല. മുകളിലേക്കും താഴേക്കുമാണ് കൂടുതലായിട്ട് റൊട്ടേറ്റിംഗ് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ഫിറ്റ് ചെയ്യുന്ന സമയം തന്നെ നമ്മുടെ ഫോൺ ഇതിലേക്ക് ഘടിപ്പിച്ചിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു ബെൽക്കിന്റെ കാർ ഹോൾഡറിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.